തോൽവിയിൽ നിന്ന് തുടങ്ങി പിന്നീട് മലയാളി സിനിമയിൽ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഫഹദ് ഫാസിലിന്റെ കാർ കളക്ഷൻസ്. ഹലോ ഫ്രണ്ട്സ്, 2002 പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച താരമാണ് ഫഹദ് ഫാസിൽ. മോളിവുഡിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഈ സിനിമയ്ക്കു ശേഷം ഫഹദ് ഫാസിൽ നീണ്ട 12 വർഷങ്ങൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഫഹദ് ഫാസിലിന് മലയാളത്തിൽ ഒരു സ്ഥാനമില്ല എന്ന് വിധിയെഴുതിയ പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ട് സിനിമയെ വെല്ലുന്ന ഗംഭീര തിരിച്ചുവരവ് നടത്തിയ ഫഹദ് ഫാസിലിന്റെ വാഹനശേഖരവും ആരെയും അസൂയപ്പെടുത്തുന്നതാണ്. രണ്ടാം വരവിൽ നാച്ചുറൽ ആക്ടിംഗ് കൊണ്ട് സിനിമാ പ്രേമികളുടെ പ്രിയതാരമായി മാറിയ ഫഫ എന്ന് മലയാള പ്രേക്ഷകർ വിളിക്കുന്ന ഫഹദ് ഫാസിൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ്. സ്ഥിരം നായക വേഷങ്ങൾ കൂടാതെ നെഗറ്റീവ് റോളുകളിലും വിസ്മയിപ്പിച്ച ഫഹദ് ഫാസിൽ തമിഴ്, തെലുഗ് എന്നീ ഭാഷകളിൽ തിളങ്ങിയിട്ടുണ്ട്. വ്യത്യസ്തമായ വേഷങ്ങളിലൂടെയും ഭാവപ്പകർച്ചകളിലൂടെയും സിനിമാ ആസ്വാദകരെ വിസ്മയിപ്പിച്ച ഫഹദിന്റെ വാഹനശേഖരവും വ്യത്യസ്തമാണ്. അപ്പോൾ കാർ ഫാക്ടറിയുടെ ഈ എപ്പിസോഡിൽ ഫഹദ് ഫാസിലിന്റെ അദ്ദേഹം സ്വന്തമാക്കിയ കാറുകളെ കുറിച്ച് സംസാരിക്കാം. ഫഹദ് ഫാസിൽ ലേറ്റസ്റ്റ് ആയി തന്റെ ഗാരേജിൽ അപ്ഡേറ്റ് ചെയ്ത വണ്ടിയാണ് ലംബോർഗിനി ഉറൂസ്. ഇറ്റാലിയൻ സൂപ്പർ കാർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ടോപ്പ് സെല്ലിംഗ് മോഡലായ ലംബോർഗിനി ഉറൂസ് കഴിഞ്ഞ വർഷമാണ് ഫഹദ് ഫാസിൽ സ്വന്തമാക്കുന്നത്. സ്പോർട്സ് കാറിന്റെയും SUV-യുടെയും സവിശേഷതകൾ ഒരുപോലെ പ്രകടമാക്കുന്ന വാഹനം എന്ന റെപ്യൂട്ടേഷനിൽ അവതരിപ്പിച്ച ഈ ആഡംബര SUV ഫോക്സ് വാഗണിന്റെ MLB ഇവോ പ്ലാറ്റ്ഫോമിലാണ് ഒരുങ്ങിയിരിക്കുന്നത്. ലംബോർഗിനി ബ്രാൻഡ് 2017 സൂപ്പർ SUV എന്ന വിശേഷണത്തോടെ പുറത്തിറക്കിയ ഉറൂസ് ബ്രാൻഡിൽ നിന്നുള്ള ഒരു കൂപ്പേ ബോഡി ടൈപ്പ് SUV മോഡലാണ്. കഴിഞ്ഞ വർഷം മലയാളത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ ഇവയുടെ ഒരു പ്രീമിയം സെക്കൻഡ് ഹാൻഡ് മോഡൽ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ഫഹദ് ഫാസിൽ ഏകദേശം 3.45 കോടിയോളം വില വരുന്ന ഉറൂസ് SUV ആണ് തന്റെ ഗാരേജിൽ എത്തിച്ചത്. ഒരു 4.0 ലിറ്റർ ടിൻ ടർബോ V8 പെട്രോൾ എഞ്ചിനിൽ തുടിക്കുന്ന ലംബോർഗിനി ഉറൂസ് മാക്സിമം RPM-കളിൽ 655 bhp പവറും 850 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ട്രാൻസ്മിഷനിലെത്തുന്ന ഈ 4-വീൽ ഡ്രൈവ് വാഹനം ഏത് ടെറൈനിലും ഓടിക്കാൻ കഴിയുന്ന 6 ഡ്രൈവിംഗ് മോഡുകളിലാണ് എത്തുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിലും ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഉറൂസ് ലിറ്ററിന് 7.87 കിലോമീറ്റർ ആണ് മൈലേജ് വാഗ്ദാനം ചെയ്യുന്നത്. വെറും 3.6 സെക്കൻഡിൽ സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് 100 കിലോമീറ്റർ വേഗതയും 12.8 സെക്കൻഡിൽ 200 കിലോമീറ്റർ വേഗതയും കൈവരിക്കാൻ ശേഷിയുള്ള ഈ 5 സീറ്ററിന്റെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 305 കിലോമീറ്റർ ആണ്. ഉറൂസിന് മുമ്പ് ഫഹദ് ഫാസിൽ സ്വന്തമാക്കിയ മറ്റൊരു സ്പോർട്സ് കാറാണ് പോർഷെ 911 കരേര S. ജർമ്മൻ സ്പോർട്സ് കാർ ബ്രാൻഡായ പോർഷയുടെ നിരയിലെ ഏറ്റവും സ്റ്റൈലിഷ് ലുക്കും പവർഫുൾ പെർഫോമൻസുമുള്ള വാഹനമാണ് പോർഷെ 911 കരേര S. 2020 ഒക്ടോബറിലാണ് ഫഹദ് ഫാസിലും ഭാര്യ നസ്രിയയും ചേർന്ന് പോർഷെ 911 കരേര S 2 സീറ്റർ സ്പോർട്സ് കാർ സ്വന്തമാക്കിയത്. പൈത്തൺ ഗ്രീൻ എന്ന ഒരൊറ്റ കളർ ഓപ്ഷനിൽ ഇന്ത്യയിൽ പുറത്തിറങ്ങിയ ഈ സ്പോർട്സ് കാർ നിലവിൽ ഫഹദ് ഫാസിലിന്റെ ഗാരേജിൽ മാത്രമാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ഏകദേശം 1.84 കോടി എക്സ്ഷോറൂം വില വരുന്ന ഈ വാഹനത്തെ തങ്ങളുടെ ഗാരേജിൽ എത്തിക്കാൻ കസ്റ്റമൈസേഷൻ തുകയും ചേർത്ത് 2.65 കോടി രൂപയാണ് യുവതാരദമ്പതികൾ ചെലവാക്കിയത്. ഫഹദിന്റെ ഗാരേജിൽ ഏറ്റവും വിലയേറിയ വാഹനങ്ങളിൽ 2ാം സ്ഥാനവും ഈ വാഹനത്തിന് തന്നെയാണ്. പീക്ക് RPM-കളിൽ 450 bhp പവറും 530 Nm മാക്സിമം ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 3.0 ലിറ്റർ 6 സിലിണ്ടർ ഫ്ലാറ്റ് 6 ടിൻ ടർബോ പെട്രോൾ എഞ്ചിനാണ് പോർഷെ 911 കുതിക്കാൻ കരുത്തു നൽകുന്നത്. 8 സ്പീഡ് PDK ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴി റിയർ വീലുകളിലേക്ക് എഞ്ചിൻ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 911 കരേര S 11.2 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് 3.7 സെക്കൻഡുകൾ കൊണ്ട് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ പ്രാപ്തമായ ഈ കൂപ്പേ ബോഡി ടൈപ്പ് സൂപ്പർ കാറിന്റെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 308 കിലോമീറ്റർ ആണ്. ഉറൂസ്, പോർഷെ ഇവ കഴിഞ്ഞാൽ ഫഫയുടെ ഗാരേജിൽ സ്ഥാനം പിടിച്ച മറ്റൊരു മോസ്റ്റ് എക്സ്പെൻസീവ് ലക്ഷറി വാഹനമാണ് റേഞ്ച് റോവർ വോഗ്. ലാൻഡ് റോവറിന്റെ ഏറ്റവും മികച്ച SUV-കളിലൊന്നാണ് റേഞ്ച് റോവർ വോഗ് AC, ഓട്ടോബയോഗ്രഫി എന്നിങ്ങനെ വിവിധ മോഡലുകളിലെത്തുന്ന ഈ ലക്ഷറി SUV മലയാളത്തിൽ ഫഹദിന് പുറമെ പൃഥ്വിരാജും ഇവയുടെ ഓട്ടോബയോഗ്രഫി എന്ന മോഡൽ മെഗാസ്റ്റാർ മമ്മൂക്കയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുന്ന ഈ 7 സീറ്റർ SUV-യെ 2019 ഫഹദ് ഫാസിൽ വാങ്ങുന്നത്. 3 കോടി രൂപയോളം വില വരുന്ന റേഞ്ച് റോവർ വോഗിന്റെ വൈറ്റ് ട്രിമ്മിലുള്ള സ്പോർട്ടി വേരിയന്റ് ആണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത്. ഉയർന്ന RPM-കളിൽ 258 bhp പവറും 600 Nm പീക്ക് ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 3.0 ലിറ്റർ ടർബോ ചാർജ്ഡ് V6 ഡീസൽ എഞ്ചിനാണ് ഫഫയുടെ ഈ വാഹനത്തെ ചലിക്കാൻ സഹായിക്കുന്നത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ട്രാൻസ്മിഷനിൽ വരുന്ന ഇവ 10.7 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. ഓൾ വീൽ ഡ്രൈവ്, 4-വീൽ ഡ്രൈവ് എന്നീ ഡ്രൈവ് ട്രെയിനിൽ എത്തുന്ന റേഞ്ച് റോവർ വോഗ് 7.4 സെക്കൻഡുകൾ കൊണ്ട് സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്നു. മണിക്കൂറിൽ 299 കിലോമീറ്റർ ആണ് ഇവയുടെ പരമാവധി വേഗത. അടുത്ത വണ്ടി മെഴ്സിഡീസ് ബെൻസ് E63 AMG. ഒരു 5.5 ലിറ്റർ 8 സിലിണ്ടർ V8 ബൈ ടർബോ പെട്രോൾ എഞ്ചിനിൽ തുടിക്കുന്ന മെഴ്സിഡീസ് ബെൻസ് E63 AMG ഉയർന്ന RPM-കളിൽ 585 bhp പവറും 800 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. 5 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കാവുന്ന ഈ ലക്ഷറി സെഡാൻ
റിയർ വീലുകളിലേക്ക് എഞ്ചിൻ പവർ ഡ്രൈവ് ട്രെയിൻ ചെയ്യുന്നത് 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴിയാണ്. ജർമ്മൻ ലക്ഷറി ബ്രാൻഡിൽ നിന്നുള്ള ഈ വാഹനത്തിന്റെ വൈറ്റ് നിറത്തിലുള്ള 2014 പുറത്തിറങ്ങിയ മോഡലാണ് ഫഹദിന്റെ കൈവശമുള്ളത്. PY059899 എന്ന രജിസ്ട്രേഷനിലുള്ള ഈ സെഡാൻ ഫഹദ് വാങ്ങിയ സമയത്ത് നിരവധി ഗോസിപ്പുകളിൽ ഇടം പിടിച്ചിരുന്നു. ടാക്സ് വെട്ടിക്കാൻ പോണ്ടിച്ചേരി രജിസ്ട്രേഷനിൽ വ്യാജരേഖ ചമച്ചു എന്നായിരുന്നു അന്നത്തെ വിവാദത്തിനുള്ള കാരണം. പിന്നീട് ഈ വാഹനം ഫഹദ് ഫാസിൽ 17.68 ലക്ഷം രൂപ ടാക്സ് നൽകി കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിരുന്നു. ലിറ്ററിന് 8.6 കിലോമീറ്റർ മൈലേജ് നൽകിയിരുന്ന ഈ ക്ലാസ് ടോപ്പ് പെർഫോമൻസ് ഡിവിഷൻ മോഡൽ 3.6 സെക്കൻഡിൽ സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്നു. ഈ 63 AMGയുടെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 250 കിലോമീറ്റർ ആണ്. ഏകദേശം 1 കോടി രൂപയോളം ചിലവിട്ടാണ് ഫഹദ് ഈ വാഹനം സ്വന്തമാക്കിയത്. അപ്പോൾ ഫഫയുടെ ഗാരേജിലെ അടുത്ത വണ്ടി പരിചയപ്പെടാം. ടൊയോട്ട വെൽഫെയർ. എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന ഒരൊറ്റ വേരിയന്റിൽ വിപണിയിലെത്തിയ ടൊയോട്ട വെൽഫെയർ പീക്ക് RPMകളിൽ 115 bhp പവറും 198 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു 2.5 ലിറ്റർ 4 സിലിണ്ടർ DOHC ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത്. ലിറ്ററിന് 16.35 കിലോമീറ്റർ മൈലേജ് നൽകുന്ന ഈ 7 സീറ്റർ ലക്ഷറി MPVയെ 2019 ഫഹദ് ഫാസിൽ സ്വന്തമാക്കുന്നത്. ഇവയുടെ വൈറ്റ് നിറത്തിലുള്ള മോഡൽ ഏകദേശം 1.06 കോടി രൂപ ചിലവിട്ടാണ് ഫഫ തന്റെ ഗാരേജിൽ എത്തിച്ചത്. CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വഴി എല്ലാ വീലുകളിലേക്കും ഡ്രൈവ് ട്രെയിൻ ചെയ്യുന്ന ഈ ലക്ഷറി വാൻ ഇന്ത്യയിൽ നിലവിൽ പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളത്തിലെ നിരവധി താരങ്ങളുടെ ഗാരേജിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഇവയുടെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 170 കിലോമീറ്റർ ആണ്. അടുത്തത് മിനി കൂപ്പർ കൺട്രിമാൻ JCW. ലംബോർഗിനി ഉറുസ്, പോർഷെ 911 കരേര, ടൊയോട്ട വെൽഫെയർ തുടങ്ങിയ ഏറ്റവും മികച്ച വാഹനങ്ങൾ അരങ്ങുവാഴുന്ന ഫഹദ് ഫാസിലിന്റെ ഗാരേജിലേക്ക് കഴിഞ്ഞ വർഷമാണ് മിനിയുടെ കൺട്രിമാൻ JCW എന്ന 4 സീറ്റർ ലക്ഷറി ഹാച്ച്ബാക്ക് എത്തുന്നത്. ഇവയുടെ സ്പെഷ്യൽ എഡിഷൻ മോഡലായ ഇൻസ്പയർഡ് എഡിഷനാണ് ഫഹദ് സ്വന്തമാക്കുന്നത്. ഒരു 2.0 ലിറ്റർ 4 സിലിണ്ടർ ടിൻ പവർ ടർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനിൽ തുടിക്കുന്ന ഈ ഹാച്ച്ബാക്ക് ഉയർന്ന RPMകളിൽ 192 bhp പവറും 280 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 7 സ്പീഡ് ഡബിൾ ക്ലച്ച് സ്റ്റെപ്ട്രോണിക് ഗിയർ ബോക്സ് വഴി എല്ലാ വീലുകളിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇവ 14.3 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. മിനി ഹാച്ച്ബാക്ക് ലൈനപ്പിലെ ഏറ്റവും പവർഫുൾ വാഹനം എന്ന വിശേഷണം സ്വന്തമാക്കിയ ഇവ കൺട്രിമാൻ കൂപ്പർ എസ് JCW എന്നീ 2 വേരിയന്റുകളിലാണ് എത്തിയിട്ടുള്ളത്. സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് വെറും 7.5 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന ഈ വാഹനത്തിന് 225 കിലോമീറ്റർ ആണ് ടോപ്പ് സ്പീഡ്. ഏകദേശം 46 ലക്ഷം രൂപയോളം നൽകിയാണ് ഫഹദ് ഫാസിൽ ഈ വാഹനം തന്റെ ഗാരേജിൽ എത്തിച്ചത്. അടുത്ത വണ്ടി Audi A6. അന്നയും റസൂലും, ആമേൻ, നോർത്ത് 24 കാതം തുടങ്ങിയ സിനിമകളുടെ വിജയത്തെ തുടർന്ന് 2013 ഫഹദ് ഫാസിൽ ജർമ്മൻ ലക്ഷറി കാർ നിർമ്മാതാക്കളായ ഓഡിയുടെ A6 സെഡാൻ സ്വന്തമാക്കുന്നത്. 6000 RPMകളിൽ 177 bhp പവറും 3900 RPMകളിൽ 320 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 2.0 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജഡ് എഞ്ചിനിലായിരുന്നു Audi A6 എത്തിയിരുന്നത്. ഒരു 5 സീറ്റർ സെഡാൻ മോഡലായിട്ടുള്ള A6ന്റെ വൈറ്റ് നിറത്തിലുള്ള വാഹനമാണ് ഫഫ ഗാരേജിൽ സ്ഥാനം പിടിച്ചത്. പ്രീവിയസ് ജനറേഷനിൽപ്പെട്ട ഈ ലക്ഷറി സെഡാൻ ഇപ്പോഴും ഫഹദ് ഫാസിലിന്റെ ഗാരേജിൽ ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. 2 ഡീസൽ എഞ്ചിനിലും 3 പെട്രോൾ എഞ്ചിനിലും എത്തിയിരുന്ന ഈ 4 വീൽ ഡ്രൈവ് വാഹനം ലിറ്ററിന് 13.53 കിലോമീറ്റർ മൈലേജ് നൽകിയിരുന്നു. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ട്രാൻസ്മിഷനിലെത്തിയ ഈ വാഹനം 8.9 സെക്കൻഡുകൾ കൊണ്ട് 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്നു. 226 കിലോമീറ്റർ ആണ് ഇവയുടെ പരമാവധി വേഗത. BMW X6 5500 RPMകളിൽ 402 bhp പവറും 1750 RPMകളിൽ 600 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു 3.0 ലിറ്റർ 8 സിലിണ്ടർ ടിൻ ടർബോ ഇൻലൈൻ എഞ്ചിനിൽ തുടിക്കുന്ന BMW X6 X-Drive 40DM Sport, X-Drive 35iM Sport എന്നിങ്ങനെയുള്ള പെട്രോൾ ഡീസൽ എഞ്ചിൻ വേരിയന്റുകളിലാണ് എത്തിയിരുന്നത്. 4 വീൽ ഡ്രൈവ് വാഹനമായിട്ടുള്ള ഈ 5 സീറ്റർ ലക്ഷറി കൂപ്പേ ബോഡി ടൈപ്പ് SUVയിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ട്രാൻസ്മിഷൻ ഒരുങ്ങുന്നത്. ലിറ്ററിന് 15.87 കിലോമീറ്റർ മൈലേജ് നൽകിയിരുന്ന ഈ SUV വെറും 5.8 സെക്കൻഡുകൾ കൊണ്ട് 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്നു. 85.50 ലക്ഷം മുതൽ 1.17 കോടി രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ എത്തിയിരുന്ന ഈ വാഹനത്തിന്റെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 240 കിലോമീറ്റർ ആണ്. കരിയറിന്റെ ആദ്യകാലത്ത് ഫഹദിന്റെ ഗാരേജിൽ എത്തിയ ഈ വാഹനം ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്ന കാര്യം വ്യക്തമല്ല. ഫഹദിന്റെ ഈ SUVയെ കുറിച്ച് കാർ ഫാക്ടറിയുടെ പ്രേക്ഷകർക്ക് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഈ പ്രീമിയം ലക്ഷറി സൂപ്പർ കാറുകൾ കൂടാതെ ഫഹദ് തന്റെ കരിയറിന്റെ തുടക്കത്തിൽ ധാരാളം വാഹനങ്ങൾ സ്വന്തമാക്കിയിരുന്നു. അവയിൽ ഫഹദ് ആദ്യമായി സ്വന്തമാക്കിയ വണ്ടിയായിരുന്നു ഫിയറ്റിന്റെ പുൻഡോ എന്ന ഹാച്ച്ബാക്ക്. ഇവ കൂടാതെ സുസുക്കിയുടെ S x4 സെഡാൻ, വോക്സ്വാഗൺ പോളോ GT, ഹോണ്ടയുടെ ക്രോസ് ഓവർ SUV CRV എന്നീ വാഹനങ്ങളും ഫഫയുടെ ഗാരേജിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവയൊക്കെയാണ് നമ്മുടെ ഫഫാസ് സ്വന്തമാക്കിയ കാറുകൾ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല ഓട്ടോമോട്ടീവ് വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ ഫോർ കാർ ഫാക്ടറി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്.